അമേരിക്കയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. 4 മാസത്തിനപ്പുറം അമേരിക്കയ്ക്ക് പുതിയ പ്രസിഡന്റ് വരും. അപ്പോൾ സ്വാഭാവികമായി മത്സര രംഗത്തുണ്ടായിരുന്ന നിലവിലെ പ്രസിഡന്റ് ജോ ബൈഡനൊപ്പം മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിരുന്നു. അപ്പോൾ അപ്രതീക്ഷിതമായി ഇന്നലെ ജോ ബൈഡൻ മത്സര രംഗത്തു നിന്നും പിന്മാറുകയാണ്. അപ്പോൾ നേരത്തെ തന്നെ ആദ്യം ഈ ട്രംപുമായി നടന്ന ഈ പ്രചാരണത്തിൻ്റെ ഭാഗമായുള്ള ആദ്യ സംവാദത്തിൽ നേരിയ ഒരു പരാജയം സമ്മതിക്കേണ്ടി വന്നു ബൈഡന്. അപ്പോൾ ആ സമയത്ത് തന്നെ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ ബൈഡനെതിരെ വലിയ വിമർശനങ്ങൾ വന്നു. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും കമലാ ഹാരിസിനെ മുന്നോട്ട് വെച്ചിരിക്കുന്നു ഇപ്പോൾ ബൈഡൻ. അപ്പോൾ കമലാ ഹാരിസും അപ്പം ഈ ട്രംപുമായിരിക്കും ഇനി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനായുള്ള പോരാട്ട ഭൂമികയിൽ ഉണ്ടാവുക. അപ്പോൾ ബൈഡൻ്റെ പിന്മാറ്റം അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ ഏതൊക്കെ രീതിയിൽ ബാധിക്കും എന്നുള്ളതും കൂടിയാണ് നമ്മൾ സംസാരിക്കേണ്ടതായി. നിഷാദ്, ബൈഡൻ ഏറെക്കുറെ പിന്മാറിയേക്കുമെന്നുള്ളൊരു സൂചനകളുണ്ടായിരുന്നു. ട്രംപിന് കുറെ കൂടി ഈസി ആവുന്നുണ്ടോ, അതോ കമലാ ഹാരിസിനെ നമ്മളൊരു ഒരു വനിതാ പ്രസിഡന്റിന് പ്രതീക്ഷിക്കേണ്ടി വരുമോ? അല്ല, ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ ഡെമോക്രാറ്റുകൾ ഈ കമലാ ഹാരിസിനെ അവരുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമോ എന്ന് നമുക്കിപ്പോഴും ഉറപ്പ് പറയാൻ പറ്റില്ല. ബൈഡൻ തൻ്റെ പിൻഗാമിയായി പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി കമലയെ അവതരിപ്പിക്കണം, കമലയാണ് ട്രംപിനെ തോൽപ്പിക്കാൻ കഴിയുന്ന ആൾ എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഈ ഇദ്ദേഹത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് ഫണ്ടുണ്ടല്ലോ, ഇപ്പോൾ ഇവരുടെ പേരിൽ ഹാരിസ് ഫോർ പ്രസിഡന്റ് എന്ന് പറയുന്ന പേരിൽ അവർ ഫണ്ട് മാറ്റിയിരിക്കുന്നു. ആ ഫണ്ടിലേക്ക് കുറച്ച് പൈസയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഒഫീഷ്യലി ഇതിൻ്റെ പ്രഖ്യാപനം അടുത്ത മാസം നടക്കുന്ന അവരുടെ കൺവെൻഷനിൽ മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ കമല ഹാരിസ് തന്നെയാണോ വേണ്ടത് എന്ന അഭിപ്രായം, അതോ വേറെ ആളുകൾ വേണമെന്ന് അഭിപ്രായമുള്ളവരുണ്ട്. കമല ഹാരിസിന് അവരുടെ ഇപ്പോഴത്തെ ഒരു എന്താ പറയുക ഇമേജ് വെച്ചിട്ട്, അവരുടെ ഒരു സ്വാധീനം വെച്ചിട്ട് ട്രംപിനെ തോൽപ്പിക്കാൻ പറ്റുമെന്ന അഭിപ്രായമുള്ളവർ അവരുടെ പാർട്ടിക്കകത്തുണ്ട്. ഒബാമയുടെ പത്നി മിഷേൽ ഒബാമ മത്സരിക്കണം എന്ന അഭിപ്രായമുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ ബൈഡൻ്റെ പിന്മാറ്റത്തെ സ്വാഗതം ചെയ്യുന്ന, അല്ലെങ്കിൽ ബൈഡനെ പിന്തുണയ്ക്കുന്ന, ബൈഡൻ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ ബൈഡനെ പിന്തുണയ്ക്കുന്ന ഒബാമ ബൈഡൻ്റെ പിന്മാറ്റത്തിന് ശേഷം ബൈഡൻ എന്താണ് കമലാ ഹാരിസിനെ പ്രഖ്യാപിക്കുമ്പോൾ അതിനെ പിന്തുണച്ച് പൂർണ്ണമായും രംഗത്ത് വന്നിട്ടില്ല എന്നത് കാണേണ്ട കാര്യമാണ്. പിന്നെ ഒസ്യത്ത് പോലെ കൊടുക്കാൻ കഴിയുന്ന ഒന്നല്ല ഈ സ്ഥാനാർത്ഥിത്വം എന്ന അഭിപ്രായം ആ പാർട്ടിക്കകത്ത് തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് കമലാ ഹാരിസ് തന്നെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി അപ്പുറത്ത് വരുമെന്ന് നമുക്കിപ്പോൾ ഉറപ്പിക്കാൻ പറ്റില്ല. പക്ഷേ നേരത്തെ സൈഫ് പറഞ്ഞ സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ബൈഡൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കകത്ത് നിന്ന് നേടിയിട്ടുള്ള വലിയ സ്വാധീനമുണ്ട്. ആ സ്വാധീനം ഉണ്ടാക്കിയ വോട്ടുകൾ നേടി എൻ്റെ എല്ലാ മേഖലകളിലും വിജയിച്ചാണ് അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി വരുന്നത്. അത്രയും ഗ്രൗണ്ട് ബൈഡനുണ്ട്. ആ ബൈഡൻ്റെ എന്താണ് പറയുക, ഒരു കാൻഡിഡേറ്റ്, അല്ലെങ്കിൽ അയാൾ നിർദ്ദേശിക്കുന്ന ഒന്ന്, ഒരു പ്രത്യേക സാഹചര്യത്തിൽ പാർട്ടിയുടേതായ പൊതു താല്പര്യം കൂടി മാനിച്ചുകൊണ്ട് ബൈഡൻ മാറിയിരിക്കുന്നു. അതേ ബൈഡൻ കമലാ ഹാരിസിനെ വൈസ് പ്രസിഡന്റിനെ അവതരിപ്പിക്കുന്നു. അപ്പോൾ ബൈഡൻ്റെ സ്വീകാര്യതയുടെ ഒരു സ്വാഭാവികമായ തുടർച്ച പാർട്ടിക്കകത്ത് ആർക്ക്, കമലയ്ക്ക് കിട്ടും എന്നാണ് വിചാരിക്കപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായ ഒരു സ്ഥാനാർത്ഥി പദത്തിലേക്ക് വരും. ഇപ്പോൾ ഇപ്പം തന്നെ $4-5 കോടി ഈ കമലയുടെ പേര് ഫണ്ട് മാറ്റിയതിന് ശേഷം അതിലേക്ക് വന്നിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ അവരുടെ സാധ്യത കൂടുതലാണ്. പക്ഷേ ഒഫീഷ്യലി ഇപ്പോഴത് പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. എന്തായാലും ഇത് അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്, ബൈഡൻ ഫൈനലി പിൻവാങ്ങുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ പരസ്യ സംവാദം അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇവിടുത്തെ പോലല്ല, അത് അതിനകത്തെ ഒരു ഒഫീഷ്യൽ പാർട്ട് പോലെയാണ്. അപ്പോൾ ഏതാണ്ട് 1.5 മണിക്കൂർ നീണ്ട പരസ്യ സംവാദത്തിനകത്ത് ബൈഡനെ നേരിയ പരാജയമൊന്നുമല്ല ഏറ്റുവാങ്ങേണ്ടി വന്നത്. അതിൻ്റെ സമ്പൂർണ്ണമായ തോൽവി അദ്ദേഹത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നു. എന്ന് വെച്ചാൽ ട്രംപ് ഉന്നയിക്കുന്ന വാദങ്ങൾക്ക് മറുപടി പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല, ട്രംപിനോട് ഷാർപ്പായ ക്വസ്റ്റ്യൻസ് ഉയർത്താൻ കഴിഞ്ഞില്ല. എന്ന് മാത്രമല്ല, പലപ്പോഴും അദ്ദേഹത്തിന് പറയുന്ന കാര്യങ്ങൾ തെറ്റിപ്പോവുകയും മറ്റും ചെയ്തു. അദ്ദേഹത്തിന് ബേസിക് ഇഷ്യൂ പ്രായമായി, ഡിമെൻഷ്യ, കടുത്ത മറവി രോഗം അദ്ദേഹത്തിനുണ്ട്. സെലൻസ്കിയുടെ പേര് പറയുന്നതിന് പകരം പുട്ടിൻ്റെ പേര് പറയുകയാണ് അദ്ദേഹം. അല്ലെങ്കിൽ വിവിധ, അതായത് ഹമാസിൻ്റെയും ഫലസ്തീൻ്റെയും കാര്യം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്തുള്ള രാജ്യത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയുകയാണ്. എന്ന് വെച്ചാൽ അമേരിക്കയുടെ വേറെ പല രാജ്യങ്ങളായിട്ടുള്ള അഫേഴ്സും ഇതുമായിട്ടുള്ള സംഗതികളൊക്കെ അങ്ങോട്ടും നിരന്തരമായി മാറിപ്പോവുക. അപ്പോൾ ഒരു അമേരിക്കൻ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ഒരു ഓർമ്മ, നയനിലപാടുകളെക്കുറിച്ചുള്ള ഒരു സ്ഥിരത, ഇതിലൊക്കെ എപ്പോഴും നിരന്തരമായ പ്രശ്നങ്ങൾ സംഭവിക്കുന്നു. അപ്പോൾ തന്നെ അദ്ദേഹം പിന്മാറണം എന്നുള്ള അഭിപ്രായം അതിനകത്തുനിന്ന് ഉയർന്നു വരുന്നു, പുറത്തുനിന്ന് ഉയർന്നു വരുന്നുണ്ട്. ബൈഡൻ സ്വീകരിച്ച നിലപാട്, ഞാനിപ്പോഴും ഫിറ്റാണ്, എനിക്ക് ഓർമ്മയില്ല എന്ന് പറയുന്നത് ശരിയല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ മരിച്ചത് എപ്പോഴാണ് എന്ന് അദ്ദേഹത്തിന് ഓർമ്മയില്ല. അദ്ദേഹം വൈസ് പ്രസിഡൻ്റായി സേവനമനുഷ്ഠിച്ച കാലയളവ് ഏതാണ് എന്ന് അദ്ദേഹത്തിന് ഓർമ്മയില്ല. അയൽ രാജ്യങ്ങൾ ഏതാണ്, തൊട്ടപ്പുറത്തുള്ള രാജ്യങ്ങൾ ഏതാണെന്നുള്ള രാജ്യങ്ങൾ മാറിപ്പോകുന്നു, ഭരണാധികാരികൾ മാറിപ്പോകുന്നു. എപ്പോഴും അദ്ദേഹം പറഞ്ഞത് ഞാൻ വളരെ ഫിറ്റാണെന്നാണ്. പക്ഷേ അമേരിക്കക്കാർ അങ്ങനെ ഒരു എന്താ പറയുക പ്രസിഡൻറ്റിനെ അല്ല സത്യത്തിൽ ആഗ്രഹിക്കുന്നത്. ഏറ്റവും എല്ലാ അർത്ഥത്തിലും ഫിറ്റായിട്ടുള്ള ഒരു പ്രസിഡന്റ് സ്ഥാനാർത്ഥി അവർ ആഗ്രഹിക്കുന്നു. പക്ഷേ ഈ പരസ്യ സംവാദത്തിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ റേറ്റിങ്ങിൽ അദ്ദേഹത്തിന് പക്ഷേ കാര്യമായ ഇടിവുണ്ടായിരുന്നില്ല. ഈ സംവാദം കഴിഞ്ഞപ്പോൾ റേറ്റിങ്ങിൽ ഇടിവുണ്ടാവുകയും
ആഭ്യന്തര സർവേ അദ്ദേഹത്തോട് താങ്കൾ പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുകയും ഒബാമ തന്നെ പറഞ്ഞു ബൈഡൻ കടന്നുകൂടാനുള്ള സാധ്യത ചുരുക്കം, വഴി ഇടുങ്ങിയിരിക്കുന്നു പറഞ്ഞു. നാൻസി പെലോസി എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ള വിവിധ നേതാക്കൾ ഇവരെല്ലാവരും അദ്ദേഹത്തിൻ്റെ സാധ്യത ഒന്ന് മങ്ങിയോ എന്ന അഭിപ്രായം പങ്കുവയ്ക്കുകയും അത് മനസ്സിലാക്കി അദ്ദേഹം പിൻവാങ്ങുകയും ചെയ്യുകയാണ്. നമുക്ക് തോന്നുന്നൊരു സംശയം, ഞാൻ അശക്തനാണെന്ന് പറഞ്ഞുകൊണ്ട് ബൈഡൻ പിൻവാങ്ങുകയാണ്. അശക്തനായ ബൈഡൻ എങ്ങനെയാണ് അമേരിക്കൻ പ്രസിഡന്റ് പദവിയിൽ ഇപ്പോൾ ഇരിക്കുന്നത്? മത്സരിക്കാൻ അശക്തനാണ്, എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ ഒരാൾ ഇപ്പോഴും അമേരിക്കൻ പ്രസിഡന്റ് പദവിയിൽ ഇരിക്കുകയാണ്. ആ പദവിയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം ഈ കടമ ദൗത്യം എങ്ങനെ നിറവേറ്റുന്നുണ്ട് എന്നൊരു ക്വസ്റ്റ്യൻ അവിടെ ഇല്ലേ? അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ടെടുക്കുന്ന നയത്തെക്കുറിച്ചും അഭിപ്രായത്തെക്കുറിച്ചൊക്കെ വ്യത്യസ്ത അഭിപ്രായമുള്ളപ്പോൾ ഈ ചോദ്യവും കൂടെ അവിടെ ഉണ്ട്. എന്തായാലും ശരിയായ അമേരിക്കക്കാരിൽ നല്ല വിഭാഗങ്ങൾ ആഗ്രഹിച്ച ഒരു മാറ്റമാണ്. അമേരിക്കയെ പോലെ ഒരു സൂപ്പർ പവർ രാജ്യത്തിൻ്റെ തലപ്പത്തിരിക്കാൻ കഴിയും വിധം സ്ഥിരതാ പ്രശ്നമുള്ള ഒരാൾ പിൻവാങ്ങുന്നത് അവരെ സംബന്ധിച്ച് ഒരു എന്താ പറയുന്നത്, പ്രതീക്ഷിച്ച ഒന്ന് സംഭവിച്ചു. വരുന്ന പോകുന്നത് കമല ഹാരിസ് ആണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കമല ഹാരിസ് വന്നാൽ ഇപ്പോൾ ഇന്ത്യൻ പേരുകളുള്ള ഒരാൾ ആകാൻ പോകുന്നതിൻ്റെ സവിശേഷത ഇവിടെ നോക്കുമ്പോഴുണ്ട്. അത് ഉറപ്പിക്കാറായിട്ടില്ല, പക്ഷേ സാധ്യത കൂടുതൽ തന്നെയാണ്. നൗഫൽ, ബൈഡൻ ഒരു തുടർച്ചയില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. ഏറെക്കുറെ ബുഷ്, നേരത്തെ ജോർജ് ഡബ്ല്യു ബുഷ് ആയാലും ഒബാമയായാലും അവർക്കൊക്കെ 2 ടേമിലേക്ക് അവർ വന്നിരുന്നു. ബൈഡൻ യുഗം ഏറെക്കുറെ അവസാനിക്കുകയാണ്. ഒരു പരാജയപ്പെട്ട പ്രസിഡന്റ് ആയിരുന്നു ബൈഡൻ. ട്രംപിൻ്റെ ഏറ്റവും വലിയ പ്രചരണായുധം അതാണല്ലോ. അമേരിക്കയുടെ ഏറ്റവും മോശം പ്രസിഡന്റ് എന്ന് പറഞ്ഞാണ് ബൈഡനെ ട്രംപ് പരിചയപ്പെടുത്തുന്നത്. ഇതിപ്പോൾ ഈ ബൈഡൻ പിൻവാങ്ങിയ ശേഷം യൂറോപ്യൻ എന്ന് പറയുന്ന ഒരു മാസികയിൽ മാഗസിനിൽ വന്ന ഹെഡിങ് വളരെ രസകരമായ ഹെഡിങ്ങാണ്. ഇതാണ്: ദ ബുള്ളറ്റ് ഹിറ്റ് ട്രംപ് ബട്ട് ഇറ്റ് കിൽഡ് ബൈഡൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പം ബൈഡനാണ് തിരിച്ചടി ഏറ്റെടുക്കുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ ഇപ്പം നമുക്ക് പുറമേ നോക്കുമ്പോൾ നമുക്ക് തോന്നും ബൈഡൻ പിൻവാങ്ങിക്കഴിഞ്ഞു, ട്രംപിന് അനുകൂലമായാണ് കാര്യങ്ങൾ പോകുന്നത് തോന്നും. പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം, ഇപ്പോൾ ഡെമോക്രാറ്റിലെ ഒരു സ്ഥാനാർത്ഥി ആരാണെന്ന് ഇപ്പോൾ അറിയില്ല. റിപ്പബ്ലിക്കൻ പാർട്ടി ഇത്രയും കാലം അവർ ലക്ഷ്യം വെച്ചിരുന്ന അവരുടെ ക്യാമ്പയിൻ എന്ന് പറയുന്നത് ബൈഡനെതിരെയുള്ള ക്യാമ്പയിനായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ നേരത്തെ പറഞ്ഞ ബൈഡൻ ആണ് അമേരിക്കയുടെ ഏറ്റവും മോശം പ്രസിഡന്റ് എന്നുള്ള ക്യാമ്പയിൻ വെച്ചായിരുന്നു അവർ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങിയത്. പക്ഷേ അത് മൊത്തം ഇനി മാറ്റേണ്ടി വരും. ഇനി ബൈഡനെതിരെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇനി പുതിയ ആൾക്കെതിരെ പറയണം. അത് കമല ഹാരിസ് ആവട്ടെ, മിഷേൽ ഒബാമ ആവട്ടെ, ആരെങ്കിലും ആവട്ടെ. അപ്പം ആ ഒരു തിരിച്ചടി സത്യത്തിൽ ട്രംപിനുണ്ട്. അവരുടെ ക്യാമ്പയിൻ മൊത്തം ആ രീതിയിലേക്ക് മാറ്റേണ്ടി വരും. കോടികൾ ചെലവഴിച്ച ക്യാമ്പയിനെ അവർ വേറെ രീതിയിലേക്ക് ഇനി തിരുത്തേണ്ടി വരും. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ കമല ഹാരിസിൻ്റെ സ്ഥാനാർത്ഥിത്വം അതിപ്പോൾ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഒരു കറുത്ത വംശജ ആദ്യമായിട്ടാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഇന്ത്യൻ വംശജ കൂടിയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പം അതോടൊപ്പം തന്നെ അവർ ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ഒരു ഇടത് അനുകൂല സംഘത്തിൻ്റെ കൂടെയുള്ള ഒരാൾ എന്നുള്ള നിലക്കാണ് അവർ അറിയപ്പെടുന്നത്. ഇപ്പോൾ ഗസയിലെ നിലപാടുകളിലായാലും ഒക്കെ ബൈഡനോട് വൈറ്റ് ഹൗസിന് മുന്നിൽ സ്ഥിരമായി ഇപ്പം അവിടെ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഗസയ്ക്കെതിരായ നിലപാടിനെതിരെ വലിയ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും കമല ഹാരിസ് കുറച്ചുകൂടി ബൈഡൻ എടുക്കുന്ന നിലപാടുകൾ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ബൈഡൻ വിരുദ്ധരായ വലിയൊരു വിഭാഗം അമേരിക്കയിലുണ്ട്. എന്നാൽ അവർ ട്രംപ് അനുകൂലികളുമല്ല. അവർക്ക് കൂടി കമല ഹാരിസിന് വോട്ട് ചെയ്യാനുള്ളൊരു അവസരമാണ് ഈ ഒരു മാറ്റത്തിലൂടെ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ട്രംപിന് അത്രത്തോളം അനുകൂലമല്ല ഈ ബൈഡൻ്റെ പിന്മാറ്റം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം.